നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിരവധി ക്രൈം വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞത് കേരളത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ തന്നെയാണ്. അത്തരത്തിൽ കുറച്ച് റിപ്പോർട്ടുകളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ദേശീയപാതയോരത്ത് ഊന്നുകല്ലിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം വെങ്ങൂരിൽ താമസിക്കുന്ന 61-കാരിയായ ശാന്തയുടേതാണെന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പെരുമ്പാവൂർ വെങ്ങൂർ ഹരിതനഗറിൽ കുന്നത്തു താഴെ വീട്ടിൽ പരേതനായ ബേബിയുടെ ഭാര്യയാണ് ശാന്ത. ഇടുക്കി രാജക്കാട് കളിമണിയിലാണ് ഇത്തരത്തിൽ സ്വദേശം. ഇവർ ധരിച്ചിരുന്ന 12 പവൻ ആഭരണങ്ങളിൽ 9 പവനോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരിയ വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശി രാജേഷാണ് പ്രതിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാൾ ഒളിവിലാണ്. കുറുപ്പംപടി സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ അടുക്കള ഭാഗത്ത് മാലിന്യ സംഭരണത്തിനുള്ളിൽ തള്ളിയ കയറ്റിയ നിലയിലാണ് ഉത്തരത്തിൽ മൃതദേഹം കണ്ടത്. തലയുടെ പിൻഭാഗത്ത് ഇരുമ്പുവടി പോലുള്ള ആയുധം കൊണ്ട് അടിയേറ്റാണ് ശാന്ത മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. കോതമംഗലത്തെ ഒരു ഹോട്ടലിൽ കുക്കായ രാജേഷിന്റെ കാർ പോലീസ് കണ്ടെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 7:30 ജോലി ചെയ്യുന്ന ഹോട്ടലിലെത്തിയ രാജേഷ് പോലീസ് അന്വേഷിച്ചെത്തും മുൻപേ തന്നെ തന്ത്രപൂർവ്വം സ്ഥലം വിടുകയായിരുന്നു. മാത്രമല്ല, ഈ ഹോട്ടലിലുള്ളവരോട് പ്രഷർ കുറഞ്ഞതിനാൽ ആശുപത്രിയിൽ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു രാജേഷ് പോയത്. പോലീസ് പരിസരത്തെ ആശുപത്രിയിൽ അന്വേഷണം നടത്തുന്നു. പിന്നീട് പക്ഷേ ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്ന അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. കോതമംഗലത്തെ ഒരു ആക്സസറി ഷോപ്പിൽ ഈ കാർ ഏൽപ്പിച്ച് പെരുമ്പാവൂർ ഭാഗത്തേക്കാണ് ഇയാൾ നടന്നുപോയത്. ഇത് അന്വേഷണത്തിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച മുതൽ ഇയാളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. 18-ാം തീയതി ശാന്ത വേങ്ങൂരിലെ വീട്ടിൽ നിന്ന് പോയി. അന്ന് ഇവർ വേങ്ങൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫിസിയോതെറാപ്പിക്ക് എത്തിയിരുന്നു. പിന്നീട് ഇവരെ കാണാതാവുകയായിരുന്നു. 20-ാം തീയതി ബന്ധുക്കൾ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകുന്നു. ശാന്തയുടെ കഴുത്തിന്റെ ഭാഗത്ത് തൈറോയ്ഡ് ചികിത്സയ്ക്കായി നടത്തിയ ശസ്ത്രക്രിയയുടെ പാട് കണ്ടാണ് മകനും മകളും ഈ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞത്. ശരീരത്തിൽ മുക്കുത്തി അരഞ്ഞാണവും കമ്മല് മാത്രമാണ് ഉണ്ടായിരുന്നത്. മാലയും വളകളും അടക്കം 12 പവന്റെ ആഭരണം നഷ്ടപ്പെട്ടുവെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇതിൽ 9 പവന്റെ ആഭരണങ്ങൾ അടിമാലിയിൽ ജ്വല്ലറി പണി നടത്തുന്ന ഇതര സംസ്ഥാനക്കാർക്ക് വിറ്റ ശേഷം 3 പവന്റെ മാലയും 4 ലക്ഷത്തോളം രൂപയെ രാജേഷ് വാങ്ങിയതായി സൂചനയുണ്ട്. പ്രതിക്കായി സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പിന്നാലെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വീടിന്റെ വർക്ക് ഏരിയയുടെ ഗ്രില്ല് തകർത്ത നിലയിലായിരുന്നു. മാൻഹോളിൽ നിന്നും പുറത്തെടുത്ത മൃതദേഹത്തിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു ഇതൊരു മോഷണം നടന്നതാണ് എന്ന കാര്യം. ഒരു ചെവി മുറിച്ച നിലയിലായിരുന്നു. ഇവർ ധരിച്ചിരുന്ന 12 പവനോളം സ്വർണം നഷ്ടമായിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ വെച്ച് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം മാൻഹോളിൽ ഒളിപ്പിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. ഈ ശാന്തയുടെ ബന്ധുക്കൾ സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ആദ്യമൊന്നും മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് ശനിയാഴ്ച മൃതദേഹം ശാന്തയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ഓഗസ്റ്റ് 18 മുതലാണ് ഇത്തരത്തിൽ ശാന്തയെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നത്. കാണാതായ അന്നോ പിറ്റേന്നോ ഒക്കെ കൊലപാതകം നടന്നിട്ടുണ്ടാകാമെന്നാണ് അനുമാനം. വർക്കേരിയിൽ മാലിന്യക്കുഴിയുടെ മാൻഹോളിൽ കാണാനാകാത്ത വിധത്തിലായിരുന്നു ഇത്തരത്തിൽ മൃതദേഹം ഒളിപ്പിച്ചിരുന്നത്. 5 അടിയിലേറെ താഴ്ചയുള്ള ഒരു കുഴിയാണിത്. എയർ പൈപ്പ് വഴി ദുർഗന്ധം പുറത്തേക്ക് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊലപാതകം പുറലോകം അറിയാൻ കാരണമായതും. മാൻഹോളിൽ മൃതദേഹം കണ്ടുവന്ന വിവരം ലഭിച്ച് ഏറെ വൈകാതെ തന്നെ ശാന്തയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സംശയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ശാന്തയുമായി അടുപ്പമുള്ളവരേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉടൻ തന്നെ അന്വേഷണമൊക്കെ ആരംഭിച്ചത്. തുടർന്ന് ഫോൺ കോളുകളിലെ പരിശോധനയിൽ രാജേഷിനെ കുറിച്ച് പോലീസിന് സൂചന ലഭിക്കുന്നു. ഈ കൊലപാതക കാരണവും കൊലപാതകം നടത്തുവാനും മൃതദേഹം ഒളിപ്പിക്കുവാനും ഈ വീട് എങ്ങനെ തിരഞ്ഞെടുത്തു എന്നതിനടക്കം പോലീസ് അന്വേഷിക്കുകയാണ്. പ്രദേശവാസികളെ ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകാം എന്നൊരു സംശയം കൂടി പോലീസിനുണ്ട്. പ്രതിക്കായി പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമായ തെരച്ചിൽ നടത്തുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ഉടുമ്പന്നൂരിലെ കമിതാക്കളുടെ മരണം അത് ആത്മഹത്യ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇത് ശരിവയ്ക്കുന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇത് ആത്മഹത്യയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ശിവഘോഷ് അതുപോലെ തന്നെ മീനാക്ഷി എന്നിവരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശിവഘോഷും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. വെള്ളിയാഴ്ച പകൽ മീനാക്ഷി ശിവഘോഷിന്റെ വീട്ടിലെത്തുന്നു. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു. തുടർന്ന് പെൺകുട്ടി മുറിയിൽ കയറി വാതിൽ കുറ്റിയിട്ടു. ശിവഘോഷ് വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴേക്കും മീനാക്ഷി തൂങ്ങി മരിച്ചിരുന്നു. കെട്ടഴിച്ച് താഴെ കിടത്തിയ ശേഷം ശിവഘോഷ് തൊട്ടടുത്ത മുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. മീനാക്ഷിയുടെ കഴുത്തിലെ പാട് തൂങ്ങി മരണത്തിൻ്റെതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സൂചനയുണ്ട്. ശിവഘോഷും മീനാക്ഷിയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. മീനാക്ഷി D.Ed വിദ്യാർത്ഥിയും ശിവഘോഷ് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയുമാണ്. എന്നാൽ ഇരുവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി. തോട്ടപ്പള്ളിയിലെ 62-കാരിയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ആദ്യം പ്രതിയാക്കിയ അബൂബക്കറിനെ എതിരെ കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമാണ് അബൂബക്കറിനെ കേസിൽ പ്രതിയാക്കിയതെന്ന് അബൂബക്കറിന്റെ കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും ഉൾപ്പെടെ പരാതി നൽകിയതായും മനുഷ്യാവകാശ കമ്മീഷനടക്കം ഇനി പരാതി നൽകുമെന്നും കുടുംബം പറഞ്ഞു.
നിരപരാധിയായ പിതാവിനെ അകാരണമായി കേസിൽ കുടുക്കിയതാണെന്നാണ് അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് രാഷ്ട്രീയ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. വാപ്പ വന്നു കഴിഞ്ഞാൽ വാപ്പാനെ കയറി കണ്ടോട്ടെ എന്ന CIയോട് ഞാൻ ചോദിച്ചിരുന്നു. ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു. സമാധാനിപ്പിക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ പോയി സംസാരിച്ചു എന്ന് CI പറഞ്ഞു. താൻ ചെന്നപ്പോൾ വാപ്പ തന്നെ കെട്ടിപ്പിടിച്ചു കരയുകയായിരുന്നു. മോനെ എന്നെ പെടുത്തി എന്ന് പറഞ്ഞാണ് വാപ്പ കരഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്റെ വാപ്പ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യുവാനുള്ള ത്രാണിയില്ല എന്ന തൊട്ടാൽ പോലും താഴെ വീഴുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് പറഞ്ഞാണ് FIR ഇട്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ ബലാത്സംഗം ചെയ്തുവെന്ന് പറയുന്നത് അവിശ്വസനീയമായ കാര്യമാണ്. മുഖ്യമന്ത്രിക്കും DGPക്കും SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കുമെന്ന് മുഹമ്മദ് രാഷ്ട്രീയം പ്രതികരിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളിയിൽ തനിച്ചു താമസിച്ചിരുന്ന 62-കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആദ്യം അറസ്റ്റിലായ അബൂബക്കർ അല്ല യഥാർത്ഥ പ്രതിയെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. സ്വർണം ഉൾപ്പെടെയുള്ളവ മോഷ്ടിക്കാനെത്തിയ ദമ്പതിമാരാണ് കൊല നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കരുതുന്നത്. തൃക്കുന്നപ്പുഴ മൂട്ടേക്കറ്റിൽ സൈനുലാബ്ദീൻ, ഭാര്യ അനീഷ എന്നിവരൊക്കെയാണ് പ്രതികൾ. ഈ സൈനുലാബ്ദീനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപസ്മാര ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഈ അനീഷ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ സൈനുലാബ്ദീന്റെ മൂന്നാം ഭാര്യയാണ് ഇത്തരത്തിൽ അനീഷ. അതേസമയം ഈ കൊലപാതക കുറ്റത്തിൽ നിന്ന് മാത്രമാണ് ആദ്യം അറസ്റ്റിലായ മണ്ണഞ്ചേരി അമ്പനാകുളങ്ങര പുത്തൻ വീട്ടിൽ അബൂബക്കർ മുക്തനായിട്ടുള്ളത്. ഇയാൾ ഇപ്പോഴും ജയിലിലാണ്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ മാസം 17-ാം തീയതിയായിരുന്നു ഈ 62-കാരി വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇവർ ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, നടു റോഡിൽ സ്ത്രീയെ ചവിട്ടി വീഴ്ത്തിയ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവമ്പാടി ബവറേജസ് ഔട്ട്ലെറ്റിന് സമീപമാണ് സംഭവം. വൈകിട്ട് 4 മണിയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തിരുവമ്പാടി സ്വദേശി ശിഹാബുദ്ദീനാണ് ആക്രമണം നടത്തിയത്. മദ്യലഹരിയിലായിരുന്നു ഇയാൾ ഈ ആക്രമണം നടത്തിയത്. നടന്നു പോവുകയായിരുന്ന 2 സ്ത്രീകളിൽ ഒരാളുമായി ഇയാൾ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ വളരെ നിർണായകമായി CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ക്രൂരതയുടെ തർക്കങ്ങൾക്ക് പിന്നാലെ സ്ത്രീ ചെരുപ്പൂരി യുവാവിനെ അടിക്കാൻ ഓങ്ങുന്നുണ്ട്. തുടർന്ന് ഇയാൾ ഓടിയെത്തി സ്ത്രീയെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. വീണശേഷം എഴുന്നേറ്റ സ്ത്രീയോട് വീണ്ടും ഇയാൾ മടങ്ങിയെത്തി വഴക്ക് കൂടുന്നുണ്ട്. പണപ്പിരിവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇവർക്കിടയിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്യപിച്ച് പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കിയതിന് തിരുവമ്പാടി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. സ്ത്രീ പക്ഷേ പരാതി നൽകിയിട്ടില്ല. ഇതിനിടെ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ ഭർത്താവും ഭദ്രമാതാപിതാക്കളും ചേർന്ന തീ കൊളുത്തി കൊലപ്പെടുത്തിയെന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. നിക്കി എന്ന 26-കാരിയാണ് ഇത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. നിക്കിയുടെ ഭർത്താവ് വിപിനും മറ്റൊരു സ്ത്രീയും ഈ നിക്കിയുടെ മുടിയിൽ പിടിച്ച് വലിക്കുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ഈ ദൃശ്യത്തിലുണ്ട്. ഷർട്ട് ധരിക്കാതെ നിൽക്കുന്ന വിപിന്റെ പുറത്തും വയറിലുമൊക്കെ ചോരപ്പാടുകൾ കാണാം. മറ്റൊരു വീഡിയോ ദൃശ്യത്തിൽ തീ പടർന്ന ശരീരവുമായി നിക്കി പടിക്കെട്ടുകളിലൂടെ ഓടുന്നതും ഒടുവിൽ നിലത്തിരിക്കുന്നതും കാണാം. തുടർന്ന് ഒരു സ്ത്രീ നിക്കിയുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നതുമൊക്കെ ഈ ദൃശ്യത്തിൽ വ്യക്തമാണ്. നിക്കിയുടെ ദേഹത്ത് എന്തോ ഒഴിച്ച ശേഷം ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് നിക്കിയുടെ മകൻ പ്രതികരിച്ചത്. 2016-ലാണ് സിർസ ഗ്രാമത്തിലുള്ള വിപിനെ നിക്കി വിവാഹം കഴിക്കുന്നത്. 6 മാസത്തിനു ശേഷം സ്ത്രീധനം ആവശ്യപ്പെട്ട് വിപിനും കുടുംബവും നിക്കിയെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് നിക്കിയുടെ സഹോദരി കാഞ്ചന ഇത്തരത്തിൽ ഈ ഒരു പ്രതികരണമൊക്കെ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. കാഞ്ചനയും ഈ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തയച്ചത്. 36 ലക്ഷം രൂപ സ്ത്രീധനമായി വിപിന്റെ കുടുംബം ചോദിച്ചുവെന്നാണ് കാഞ്ചൻ പറയുന്നത്. വ്യാഴാഴ്ച രാത്രി വിപിന്റെ മുന്നിൽ വെച്ച് ഇയാളുടെ മാതാപിതാക്കളാണ് നിക്കിയെ തീ കൊളുത്തിയതെന്നാണ് അവർ ആരോപിക്കുന്നത്. തന്നെ വ്യാഴാഴ്ച പുലർച്ചെ 1 മുതൽ 4 മണി വരെ ഉപദ്രവിച്ചുവെന്നും ഒരാളുടെ സ്ത്രീധനം കിട്ടി, രണ്ടാമത്തെ ആളിൻ്റെ എവിടെയെന്ന് ചോദിച്ചായിരുന്നു പീഡനം നടത്തിയതെന്നും അതുമാത്രമല്ല നീ മരിക്കുന്നതാണ് ഭേദമെന്ന് പോലും ഇയാൾ പറയുന്നുണ്ട്. വീണ്ടും വിവാഹം ചെയ്യും നീ മരിച്ചു കഴിഞ്ഞാൽ എന്നും തൻ്റെ ഭർത്താവ് പറഞ്ഞു എന്നാണ് ഈ സ്ത്രീ വേദനയോടെ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല ഇതേ ദിവസമാണ് തൻ്റെ സഹോദരിയെയും തൻ്റെയും കുട്ടികളുടെയും കണ്ണിന് മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നത്. അപ്പോൾ രക്ഷിക്കാൻ താൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. ആരോ ആശുപത്രിയിൽ എത്തിച്ചു, ആരാണെന്ന് അറിയില്ല. തൻ്റെ ബോധം പോയിരുന്നു. ഞങ്ങൾക്ക് നീതി വേണമെന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് കാഞ്ചൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിപിൻ അതുപോലെ തന്നെ ഇയാളുടെ മാതാപിതാക്കളായ ദയ, സത്വീർ, സഹോദരൻ രോഹിത് എന്നിവർക്കെതിരെയാണ് കേസ്.